ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മാർച്ച് 13-ന് ശേഷം സംസ്ഥാനത്തിലെ സന്ദർശനം പൂർത്തിയായാൽ തീയതി പ്രഖ്യാപിക്കുമെന്ന് കമ്മീഷൻ കേന്ദ്രങ്ങൾ അറിയിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, കൃത്യമായൊരു തീയതി അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അനുജ, കൃത്യമായ ഒരു തീയതി ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. അതേസമയം മാർച്ച് 13-ന് ശേഷം മാത്രമേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകൂ എന്നും ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പര്യടനം നടത്തി വരികയാണ് കമ്മീഷൻ അംഗങ്ങൾ. അവിടുത്തെ തയ്യാറെടുപ്പുകൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ, മറ്റ് ഒരുക്കങ്ങൾ അടക്കമുള്ളവ വിലയിരുത്തും. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധ്യമായ തീയതികൾ സംബന്ധിച്ചുള്ള ചർച്ചകളും ഉണ്ടാകും. അതിനുശേഷം പിന്നീട് ഉത്തർപ്രദേശിലാണ് പര്യടനം നടത്തുന്നത്. ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ ഉള്ള സംസ്ഥാനമാണ്. ഇവിടെ എത്ര ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തണം, ഒപ്പം തന്നെ അനുയോജ്യമായ തീയതികൾ, അത് ഉത്സവങ്ങൾ അടക്കമുള്ളവ പരിഗണിച്ചുകൊണ്ട് മാത്രമായിരിക്കും ആ തീയതികൾ സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുക. മതിയായ സുരക്ഷ ഒരുക്കാൻ ആവശ്യമായ മറ്റ് ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ആലോചിച്ച ശേഷം അത് ഉൾപ്പെടെ തീരുമാനമെടുത്ത ശേഷം പിന്നീടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ തീയതി പ്രഖ്യാപിക്കുക എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ അറിയിക്കുന്നത്. മാർച്ച് 13-നകം തന്നെ ഈ പര്യടനങ്ങളെല്ലാം പൂർത്തിയാക്കാനാണ് നിലവിൽ ഉദ്ദേശിക്കുന്നത് എന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം മാർച്ച് 13-ന് ശേഷം ഉണ്ടാകും. നിലവിൽ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അത് പൂർത്തിയായി കഴിഞ്ഞാൽ മാർച്ച് 13-ന് ശേഷം തീയതി പ്രഖ്യാപിക്കും.